കള്ളൊത്തുമില്ലേ പിള്ളേരെ ഒന്നാണായി കാണാൻ നമ്മൾ എന്തെല്ലാം ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് പിള്ളേക്ക് അറിയാമോ? ശശിയലയും കെട്ടി നടക്കുമ്പോ ഞങ്ങളെ മറക്കരുത്. ഇനി മറ്റേവരെയും വാങ്ങിച്ചോണ്ട് വേണം അലമേലുവിന്റെ അടുത്തേക്ക് പോവാൻ. അല്ല പിള്ളയോ? അകത്ത് വരൂ. എന്ത് വേണം? എനിക്കാണോ? ഇനി എന്ത് വേണം? വെള്ളം കുടിക്കാൻ ഞാൻ കൊണ്ടുവരാം. നിങ്ങളാണോ കക്ഷി? നിങ്ങൾ എന്തിനോടെ വന്നു? വെള്ളം കുടിക്കാൻ. എടോ, ഈ ലോകത്ത് ഇത്രയും സ്ഥലമുള്ളപ്പം ഇവിടെ മാത്രമേ കിട്ടുള്ളൂ നിനക്ക് വെള്ളം കുടിക്കാൻ? സത്യം പറയണം, നീ എന്തിനോടെ വന്നു? ആണാവാൻ വന്നതാ. ആണാവാനോ? അതിനാണത്തുള്ള പണി ചെയ്യണം, അല്ലാതെ കണ്ട തേ പിടിച്ചുകൊണ്ട് വീട്ടിൽ കയറി അല്ല ആണാവുന്നത്. ഇങ്ങോട്ട് മാറിയിക്കടോ, തന്നെ ഞാൻ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. എടീ, അപ്പൊ നിന്നെ കെട്ടിയാൻ പറഞ്ഞ് ശരിയാണല്ലോ അടി. എടി, നിനക്ക് പാവത്തിനെ കിട്ടിയുള്ളോ? നടക്കടി, ഞാൻ ഇടിച്ച വേണ്ട സരസമ്മേ, ഇയാളെ വിട്ടേക്ക്. പിള്ള ആളൊരു പാവമാ. ഇയാളെ ഇങ്ങനെ ചീത്തയാക്കുന്നത് കുറെ കുരുത്തം കെട്ട പിള്ളേരാ. എടി, നിനക്കെന്താ ഇയാളോട് ഇത്ര? അങ്ങനെയൊന്നുമില്ല. ആള് വളർന്നെങ്കിലും മനസ്സ് വളർന്നിട്ടില്ല, പാവം. പിള്ളേ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി കളിച്ചോടാ, എല്ലാവരും കളിച്ചോണ്ടിരുന്നോ? പെണ്ണിനെ വല്ല ആണുങ്ങളും കെട്ടിക്കൊണ്ട് പോവും. ഇനി എന്ത് ചെയ്യും പിള്ളേ? ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത്? ഗുസ്തിയും തന്തയും. അത് കേൾക്കുമോ? അത് നമ്മളെ പയന്മാൻ ഗോവിന്ദപിള്ളയായിട്ടൊന്ന് പിടിച്ച് മനസ്സടിച്ചാൽ മതി. അതിനെനിക്ക് ഗുസ്തി അറിഞ്ഞുകൂടല്ലോ. അതിനൊരു വഴിയുണ്ട്. ഒരു 100 മണി കയ്യിലോട്ട് കൊടുത്ത് കാര്യം പറഞ്ഞാൽ മതി, പുള്ളി തോറ്റു വരും. അപ്പം തന്തപ്പടി അത് നമ്മുടെ കേശവനെ പിടിക്കാം. ഇനിയിപ്പോ സിനിമയില്ല, അത് സാരമില്ല, പുള്ളി വരും. എന്നാവാ, ആദ്യം നമുക്ക് ഗുസ്തി ശരിയാക്കാം. എല്ലാം കൂടെ ഒരു നല്ല തുക വരും. എവിടെ നിന്ന് ഒപ്പിക്കും? ഏതായാലും മൂക്കോളം മുങ്ങി എന്റെ സൈക്കിൾ അങ്ങ് വിൽക്കാം. ഞാൻ ഗുസ്തി നിർത്തിയിട്ട് ഒരുപാട് വർഷമായി. പക്ഷെ 100 രൂപ തരാന്ന് പറഞ്ഞിട്ട് വരാം, തോറ്റും തരാം. പക്ഷെ ഒരു കണ്ടീഷൻ. എന്താ? എന്റെ വയറ്റിൽ മാത്രം തുടരുത്. തൊട്ടാ പിന്നെ എനിക്ക് ദേഷ്യം വരും. തൊട്ടവനെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. സാധാരണ എതിരാളിയെ പപ്പട പരിവാക്കും. പറഞ്ഞത് നന്നായി, ഇനി വയറ്റിൽ തൊടുകയില്ല. ഗുസ്തിക്ക് കയറുന്നവർ കാശ് തരണം. ഓ, അതൊക്കെ റെഡി. എന്നാൽ നമുക്കിനി ഗോതയ്ക്കണം. അപ്പോ എന്നെ ഒന്നും ചെയ്യത്തില്ലല്ലോ? ഇല്ല. ശരി, മറ്റ് ഗുസ്തി റെഡി. ഇനി തന്ത. എന്നാ നേരെ കേശുവിനെ കാണാൻ പോകാം. ഗുസ്തി ഗോവിന്ദൻ തോറ്റെടുക്കുന്ന ഫോട്ടോ എടുക്കാൻ ഞാൻ ആളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ കോപ്പി എടുത്ത് ഈ നാട് മുഴുവനും ഒട്ടിക്കണം. പിള്ളേച്ചനും ഗോവിന്ദപിള്ളയും തമ്മിൽ ഞെട്ടിപ്പിക്കുന്ന ഗുസ്തി മത്സരം. ഇവന്മാരുടെ ശല്യം കൊണ്ട് എന്താടേ ഇവിടെ എന്നെ സ്വസ്ഥമായിട്ട് ഇരുത്തത്തില്ലേ? എന്ത് വേണം? ഒന്ന് അഭിനയിക്കണം.
നാടകമൊക്കെ നിർത്തി, ഇപ്പൊ ഫുൾ ടൈം സിനിമയില്ല. അങ്ങനെ പറയരുത്. ഇത് നാടകവും അല്ല, സിനിമയും അല്ല. പിള്ളേരുടെ അച്ഛനായിട്ട് അഭിനയിക്കണം. പിള്ളേരുടെ അച്ഛനോ? ഒരു ചെറിയ മേക്കപ്പ് നടത്തിയാ മതി. ആട്ടെ, ചിക്കിളി എന്ത് തരും? ഒരു 50 രൂപ തരാം. എന്നാൽ ഓക്കെ. പക്ഷെ ഒരു കാര്യം, പറയേണ്ട ഡയലോഗ് മുഴുവൻ നേരത്തെ എഴുതണം. മാത്രമല്ല, ഇപ്പൊ ഒരുപാട് സിനിമയിൽ അഭിനയിച്ച് ഒരു കുഴപ്പമുണ്ട്. ആരെങ്കിലും ആക്ഷൻ എന്ന് പറയണം, എന്നാലേ നല്ല അഭിനയം വരും. ആ കാര്യം ഞങ്ങൾ ഏറ്റു. അത് പിള്ളയോട് പറഞ്ഞേക്കാം. എന്നാൽ എനിക്ക് പ്രോബ്ലം ഇല്ല. ആഹാ, അമിതാഭ് ബച്ചന്മാര് ഇവിടെ കൂത്തിയിരിക്കുക. എന്താണ് കൊച്ചുങ്ങളെ വളച്ചോണ്ടിരിക്കുക? പോയി അഭിനയിക്കണോ? ഷോട്ടടി പക്ഷേ അല്ലവനാദികൾ അഭിനയിക്കാനൊന്നും വന്ന് വരും. ആ വരണം വരണം. എന്താ പിള്ളേ? ഇത് എന്റെ അച്ഛൻ പണിക്ക് ഇരിക്കണം. പിള്ളേ ഇരിക്കും. എനിക്ക് ഒരു ഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഗാമ ഗോവിന്ദപിള്ളയാണ് എതിരാളി. ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? സത്യമാണോ മിസ്റ്റർ പണിക്കർ? നിങ്ങളെന്താ ഒന്നും പറയാത്തത്? ഇനി ഞാൻ ഈ ഗുസ്തിയിൽ നിന്നും പിന്മാറിയാൽ എനിക്കെതിരായ അച്ഛൻ എന്തെടുക്കും? ആക്ഷൻ! ഏതായാലും പിള്ള ഒരു ഗുസ്തിക്കാരനാണെന്ന് ഞാൻ കരുതിയതേയില്ല. ഗാമ ഗോവിന്ദൻ ആള് ഭയങ്കരനാണ്, തോൽപ്പിക്കാൻ വിഷമമാണ്. അത് നമുക്ക് ഗോദായിൽ കാണാം. സൽമാൻ പ്ലാറ്റൻ കി സൽമാൻ പ്ലാറ്റൻ കി സൽമാൻ പ്ലാറ്റൻ കി. നമുക്ക് ഒരു പന്തയം വെക്കാം. എന്റെ മോൻ ജയിച്ചാൽ നിങ്ങൾ 100 രൂപ തരണം. അപ്പോ പണിക്കരുടെ മോൻ തോറ്റാൽ പണിക്കൻ എനിക്ക് 100 രൂപ തരും. ഓക്കെ? എനിക്കും ഓക്കെ. ആ, ഫോട്ടോ എടുക്കട്ടെ. കാലെടുത്ത് ഗോവിന്ദപിള്ളയുടെ വയറ്റിലോട്ട് പോയി. എന്നാലും ഗമയുള്ളു. അത് കൊള്ളാം. കാലെടുത്ത് വെക്കില്ലേ? അത് വേണ്ട, വേണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ചെയ്യുന്ന പാവമാണ്. അങ്ങനെ ചെയ്താലേ ശരിയാവൂ. ധൈര്യമായിട്ട് വയ്ക്കുമോനെ. അത് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആ, ഫോട്ടോ റെഡി. ഓക്കെ, എളുപ്പം എടുത്തോണം, അല്ലെങ്കിൽ കുഴപ്പമാകും. വേഗം എടുത്തു, വേഗം എടുത്തു. അമ്മ, എവിടെടാ ഫോട്ടോ? എന്റെ മോൻ ഇനി വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്തോളാൻ പറ. കൂട്ടുകാശ്. ആ, ഞാൻ എന്താ പറഞ്ഞത്? എന്റെ മോൻ തോറ്റാൽ ഞാൻ 100 രൂപ തരുമല്ലേ? എന്നാലേ ഇത് എന്റെ മോനല്ല, ഞാനേ വാടകയ്ക്ക് വന്ന് കണ്ടേ. ഗുഡ് ബൈ.